ഒപ്പം നോർത്ത് കേരള സെക്ഷന്റെ യൂത്ത് ഡയറക്ടർ പാസ്റ്റർ ലോറൻസ് നമ്മളോടൊപ്പം ഉള്ളതിൽ അതിയായി സന്തോഷിക്കുന്നു. ഒപ്പം ജോയിൻ ചെയ്തതിൽ അതിയായി സന്തോഷിക്കുന്നു. കഴിയുന്നത്ര എല്ലാ പ്രിയപ്പെട്ടവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ഈ മീറ്റിംഗിന്റെ ഭാഗമാകാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. We are so happy to have Professor Santosh Kumar from Spicer Memorial College who is taking our devotion today. Thank you so much. Welcome, sir, to our week of prayer session. We are so happy to have you with us. And to begin our meeting, let us sing the opening song, Let There Be Love Share Among Us. ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഇടയിൽ പങ്കുവെക്കപ്പെടട്ടെ. ദൈവത്തിന്റെ സ്നേഹം ഈ നാട്ടിൽ വീശിയടിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ യുണൈറ്റ് ആക്കട്ടെ എന്ന് പറയുന്ന ഈ ഗാനം നമുക്ക് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം പാസ്റ്റർ ലോറൻസ് ഉള്ളതിൽ സന്തോഷിക്കുന്നു. പാട്ടിന് ശേഷം പാസ്റ്റർ ലോറൻസ് നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കുന്നതാണ്. നമ്മളോടൊപ്പം ഇന്നത്തെ സോങ് സർവീസിൽ നമ്മളെ നയിക്കുന്നത് തൃശൂർ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ യുവജനങ്ങളാണ്. ഒപ്പം അവർ തന്നെയാണ് യൂത്ത് തൃശൂർ പാലക്കാട് സർക്കിളിന്റെ കോർഡിനേറ്റർമാർ കൂടെയാണ് അവര്. ഒപ്പം തന്നെ സാങ്കേതികമായി നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ്. നിങ്ങൾ നമ്മളോടൊപ്പം ചേർന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ലെറ്റ് ദേർ ബി ലവ് ഷെയർ അമംഗ് us. സ്നേഹം നമ്മളിൽ പകരട്ടെ, സ്നേഹം നമ്മൾ നിറയട്ടെ, സ്നേഹം ഈ രാജ്യത്തിൽ നിറയട്ടെ എന്ന് പറയുന്ന ഈ ഗാനം നമുക്ക് പാടാം. അതിനുശേഷം പാസ്റ്റർ ലോറൻസ് നമ്മളെ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥിക്കാം. ശബ്ദം കർത്താവായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവ് തിരുനാമത്തിന് സ്തോത്രം. കർത്താവിന്റെ കൃപയാല് ഞങ്ങൾക്ക് ഇന്ന് ഒരുമിച്ചായിരിക്കുവാനും കർത്താവെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനും ഒരവസരം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങള് ഈ സമയത്ത് സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയനിലെ എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ അങ്ങേ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വരുവാൻ ഒരു സൂം മീറ്റിംഗ് അവിടുന്ന് തയ്യാറാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവിന്റെ കൃപയും സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ദൂത് നൽകുന്ന പ്രൊഫസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകനെ എടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ദൂതും അവിടുന്ന് ലഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൂണിയൻ നേതൃത്വങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ സെക്ഷൻ നേതൃത്വങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും അവരെ പ്രദാനം ചെയ്യുന്ന അവരുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പാസ്റ്റർ ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ അപകടത്തിൽ നിന്നും കർത്താവ് അവിടുന്ന് രക്ഷിച്ചു കർത്താവ്. എന്നാലും ഞങ്ങൾക്ക് സൂം മീറ്റിങ്ങിനോട് കാണുവാനും ഇതുപോലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനും മകനെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മറ്റു എല്ലാ സെക്ഷൻ നേതൃത്വങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ യൂത്ത് ഡയറക്ടർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഈ മീറ്റിംഗ് നല്ല അനുഗ്രഹമാക്കി അവിടെ നൽകണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നന്ദി പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും മനോഹരമായ ഒരു സാബത്ത് ദിവസം കൂടെ ആശംസിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ അതിശയപ്പെടുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് സ്നേഹദിനം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പറയപ്പെടേണ്ടുന്ന ഒരു കാലമാണ്. അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം തണുത്തു പോകുമ്പോൾ മനുഷ്യർ നിർജീവന്മാരും ജിതേന്ദ്രിയന്മാരുമായി മാറും. ഒരുപക്ഷെ സ്നേഹം തണുത്തു പോകുമ്പോൾ ക്രൂരത വരും, പ്രത്യാശയില്ലാതാകും, സ്നേഹമില്ലാത്ത പെരുമാറ്റങ്ങളും സ്നേഹമില്ലാത്ത ജീവിത രീതികളും ഉണ്ടാകും. അതൊക്കെ മാറാൻ ഇതാണ് സ്നേഹത്തെക്കുറിച്ച് പറയേണ്ടുന്ന ഏറ്റവും അവസാനത്തെ നിമിഷം. കാരണം ദൈവം സ്നേഹമാണ്, സുവിശേഷം സ്നേഹമാണ്, ദൈവത്തിന്റെ കൽപ്പന സ്നേഹമാണ്. സ്നേഹത്തിന് മാത്രമേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം തന്നെ സ്നേഹമാണ്, അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ആഗസ്റ്റ് നമ്മൾ നടക്കാൻ പോകുന്ന സ്നേഹദിനം എങ്ങനെയാണ് നമ്മുടെ നമ്മൾ ആചരിക്കേണ്ടുന്നത്, എന്താണ് നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഒപ്പം സ്നേഹത്തിന്റെ വിവിധ വശങ്ങൾ
ഈ ആഴ്ചയിൽ ഉടനീളം ദൈവത്തിന്റെ ദാസന്മാരിലൂടെ യുവജനങ്ങൾക്ക് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും. അതുകൊണ്ട് ഇന്ന് ആദ്യം ഈ സ്നേഹദിനം എന്ന് പറയുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിനും ഒപ്പം വയനാട് നമുക്കറിയാം വലിയൊരു മഹാദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ നമ്മളോടൊപ്പം കൈത്താങ്ങാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചും പാസ്റ്റർ PA വർഗീസ് നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതിൽ വളരെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു ഈ മീറ്റിംഗിലേക്ക്. സ്നേഹദിനം എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ അത് ഉദ്ഘാടനം ചെയ്യുന്നതിനും യുവജനങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ വയനാട് റിലീഫ് കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ആ ക്യാമ്പും ഇനാഗുറേഷൻ ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് പാസ്റ്റർ PA വർഗീസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു സന്ദർഭമാണ് ഇത്. പ്രത്യേകിച്ച് ഒരു പുതിയ സംരംഭമായിട്ട് യൂത്ത് ഡയറക്ടർ പാസ്റ്റർ ബിനോയ് ജേക്കബ് ദാസ് സംവിധാനം അല്ലെങ്കിൽ ആവിഷ്കരിച്ച ഒരു കാര്യമാണ് സ്നേഹദിനം. അദ്ദേഹം പറഞ്ഞതുപോലെ സ്നേഹദിനം ആചരിക്കുക എന്നുള്ളത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട വിഷയം സ്നേഹത്തെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാം. ആദ്യമേ ദൈവം സ്നേഹം എന്ന് പറയുന്നു. സ്നേഹത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നെ മനുഷ്യന്റെ സ്വഭാവത്തിൽ വികടത ഉണ്ടായി. എന്നിരുന്നാലും കർത്താവ് യേശുക്രിസ്തു വന്നപ്പോൾ പോലും സ്നേഹത്തെക്കുറിച്ചാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അവസാനം ശിഷ്യന്മാരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അന്യോന്യ സ്നേഹമുള്ളവരായി തീരുമ്പോൾ എന്തായി തീരും? എന്റെ ശിഷ്യന്മാരായി അറിയപ്പെടും. അപ്പോൾ ശിഷ്യന്മാരായി അറിയപ്പെടണം, അല്ലെങ്കിൽ ശിഷ്യത്വത്തിലേക്ക് വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പടിയാണ് നമ്മളിൽ സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ഇന്ന് ഏറെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, കാലാന്ത്യത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോട് അടുത്ത സമയത്ത് സ്നേഹം ഭൂമത്വത്തിന് പൊലിഞ്ഞു പോകുന്ന അവസരത്തിൽ ഇപ്രകാരം അതിന് നമ്മെ ഓർമ്മിപ്പിക്കാനും ആ സ്വഭാവ സവിശേഷത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഇപ്രകാരം ഈ സംരംഭത്തിൽ കൂടെ സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു, അനുഗ്രഹങ്ങൾ അറിയിക്കുന്നു. കാരണം നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ പല സംഭവങ്ങളും ദൈനംദിനം നമ്മൾ കാണുന്നത് സ്നേഹമില്ലായ്മയാണ്, അല്ലെ? സ്വന്തം മക്കള്, അപ്പന്മാരും മക്കളും, ഭാര്യയും ഭർത്താവും എന്ന് വേണ്ട ഏത് മേഖലകളിലും ഇത് തന്നെയാണ് ദിനംതോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങൾക്ക്, സ്വത്ത് തർക്കത്തില് മുതലായ എല്ലാ കാര്യത്തിലും സ്നേഹമില്ലായ്മ പ്രകടമാക്കപ്പെടുന്ന ഒരു ഇതാണ്. സ്വാർത്ഥതയും മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്രകാരം ഒരു സംരംഭം പാസ്റ്റർ ബിനോയ് ജേക്കബ് ദാസ് ആസൂത്രണം ചെയ്ത് വളരെ പ്രയോജനമായി ഭവിപ്പാനും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഈ സ്വഭാവ സവിശേഷത കൂടുതലായി വളരുവാനും ഇതുമൂലം സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സംരംഭം ഇന്ന് എന്താണ് ആരംഭിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ഓൺലൈൻ മീഡിയയിലാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ പല വ്യക്തികളും കൈകാര്യം ചെയ്യും, നമ്മളെ അറിയിക്കും. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല രീതിയിൽ ആയിത്തീരുവാൻ ഈ സംരംഭത്തിലൂടെ സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പാസ്റ്റർ ബിനോയ് അറിയിച്ചത്, യുവജനങ്ങൾ ഒരു സ്വാതന്ത്ര്യത്തിന്റെ മുഖവരയായിട്ട് ഈ വയനാട് നടന്ന ദുരന്ത ഭൂമിയിൽ അവരുടെ പങ്കാളിത്തം കൊണ്ട് അറിയിക്കുവാൻ വേണ്ടി അവര് പണം സ്വരൂപിക്കുകയും മറ്റു കാര്യങ്ങൾ സ്വരൂപിക്കുകയും അവിടെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും നല്ല കാര്യം തന്നെ. അതും സ്നേഹത്തിന്റെ മറ്റൊരു വിഷയം തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കുക, അത് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്നേഹദിനത്തിൽ അതും അവരുടെ സ്വഭാവത്തിൽ പ്രകടിപ്പിക്കാൻ അവര് ശ്രമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. വളരെ നന്ദി പാസ്റ്റർ PA വർഗീസ്.
ഈ അനുയോജ്യമായ സന്ദേശം നൽകിയതിനും യുവജനങ്ങൾ, കേരളത്തിലെ യുവജനങ്ങൾ അവര് വയനാടിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങളെ താങ്ങാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നുമാണ് ഓരോ യുവാവിനും, ഓരോ സഭയിലെ യുവജനങ്ങൾ ഈ കാര്യത്തിൽ പങ്കുചേരാവുന്നതാണ്. അതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ ഞങ്ങളെ നിങ്ങൾ അറിയിക്കുന്നതുമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതാത് സെക്ഷൻ യൂത്ത് ഡയറക്ടർമാർ എങ്ങനെയാണ് ഈ പണം ശേഖരിക്കുന്നതെന്നും അത് സഭയ്ക്ക് നൽകുന്നതെന്നും എങ്ങനെയാണ് ഈ പ്രദേശത്ത് സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയനിലൂടെ നമ്മൾ എത്തിക്കുന്നത് എന്നും നിങ്ങളെ അറിയിക്കുന്നതുമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി പാസ്റ്റർ പി.എ. വർഗീസ് ഇന്ന് നമ്മളോട് സംസാരിച്ചതിന് വളരെ നന്ദി. ഇനിയും മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുവാൻ പോകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നമ്മളുടെ സഭകളിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ്. മുതിർന്നവരുടെ കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുന്നത്. എന്നാൽ യുവജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പ്രത്യേക പരിപാടികൾ, ആരാധനകൾ, സന്ദേശങ്ങൾ, ഇത് നമുക്ക് അത്യാവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയന് വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അതിനെക്കുറിച്ച് അതിന്റെ ഒരു പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പാസ്റ്റർ മൈക്ക അരുൾദാസ് നമ്മളോടൊപ്പം ഉണ്ട്. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പാസ്റ്റർ മൈക്ക അരുൾദാസ്. ഗുഡ് ഈവനിങ് എവരിബഡി. ഹാപ്പി സാബത്ത്. എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ഹാപ്പി സാബത്ത്. യുവജനങ്ങളുടെ കൂടിവരവ്, അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തെന്നാൽ യുവജനങ്ങളുമായി ഏറ്റവും അടുത്ത് അനേക കാര്യ പരിപാടികൾ ആസൂത്രണം ചെയ്ത് സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയനിലെ യൂത്ത് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുവാനും യൂത്ത് മിനിസ്ട്രീസ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുവാനും അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ദ യൂത്ത് മിനിസ്ട്രീസ് ഡയറക്ടർ പാസ്റ്റർ ബിനോയ് ജേക്കബ് ആൻഡ് ഹിസ് ടീം ഫ്രം ഓൾ ദ സെക്ഷൻ. എല്ലാ സെക്ഷനുകളിലുള്ളതായ ഡയറക്ടർമാർക്കും അതുപോലെ ഇതിൽ പങ്കെടുത്ത് ഇതിന്റെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് എല്ലാ സെക്ഷനുകളിലും സംഘടിതമായി പ്രവർത്തിക്കുവാനായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന യൂത്ത് ഡയറക്ടേഴ്സിനും അതുപോലെ അതിന്റെ കമ്മിറ്റി മെമ്പേഴ്സിനും യുവജനങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ളതായ കൂടിവരവുകൾ ഉണ്ടാകുവാൻ യുവജനങ്ങളെ എപ്പോഴും അവരെ ലൈം ലൈറ്റിലേക്ക്, അതായത് അവരെ സഭയുടെയായ പ്രവർത്തനങ്ങളില്, സുവിശേഷീകരണത്തില്, എല്ലാ ശുശ്രൂഷകളില് അവരെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് സുപ്രധാനമായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി ആണ് യൂത്ത് മിനിസ്ട്രീസ് എന്നുള്ളത് അങ്ങനെ ഒരു വിഭാഗം നമ്മൾ നിയമിച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സാബത്ത് സ്കൂൾ എന്ന് പറയുന്നത് ചർച്ചിന്റെ ഹാർട്ട് ഓഫ് ദ ചർച്ച് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സഭയുടെ ഹൃദയത്തുടിപ്പ് എന്ന് പറയുന്നത് ദ ഹാർട്ട് ബീറ്റ് ഈസ് യൂത്ത് ഓഫ് ദ ചർച്ച്. യൂത്ത് മിനിസ്ട്രീസ് ആയിരിക്കണം സഭയുടെ ഹൃദയത്തുടിപ്പ്. ആയതിനാൽ അത്തരത്തിലുള്ളതായ ഒരു പ്രവർത്തനം യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുക എന്ന രീതിയിൽ ഒരു പുതിയ ഒരു അഡ്വന്റിസ്റ്റ് യൂത്ത് കണക്ട് എന്നുള്ളതായ ഒരു ചാനൽ യുവജനങ്ങൾക്ക് വേണ്ടി അവരെ ആത്മീയമായി ഉന്നമനത്തിലേക്ക് നയിക്കുവാൻ, ആത്മീയമായി പല തലങ്ങളിൽ വളരുവാൻ, ദൈവിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുവാനായിട്ടും അതുപോലെ തന്നെ സുവിശേഷീകരണത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുവാനും
എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പ്രകാരമായ മാധ്യമങ്ങളിലൂടെ ദൈവവേല വ്യാപിക്കുവാൻ വേണ്ടി ഇപ്രകാരമായ ഒരു ചാനൽ, അഡ്വന്റിസ്റ്റ് യൂത്ത് കണക്ട് എന്ന ചാനൽ യൂത്ത് മിനിസ്ട്രീസ് ദൈവീയ ആലോചന പ്രകാരം ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവകൃപയാൽ ഈ ചാനൽ ആരംഭിക്കുകയും അത് നല്ല രീതിയിൽ ആത്മീയമായി സഭയുടെ യുവതി യുവാക്കളെ പോഷിപ്പിക്കുവാൻ, അവരെ ആത്മീയമായി വളർത്തിയെടുക്കുവാൻ നിരവധി ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ അത് നിർവഹിക്കപ്പെടുവാനായിട്ട് ദൈവം അഡ്വന്റിസ്റ്റ് യൂത്ത് കണക്ട് എന്നുള്ളതായ ഈ ചാനലിനെ ദൈവം എടുത്തുപയോഗിക്കട്ടെ. അത് നല്ല രീതിയിൽ നയിക്കുവാനായിട്ട് സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ യൂത്ത് മിനിസ്ട്രീസ് ഡയറക്ടർ പാസ്റ്റർ ബിനോയ് ജേക്കബ് ദാസ് അവരുടെ ദൈവം, അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്ന ഡയറക്ടർ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇറ്റ്സ് മൈ പ്രിവിലേജ് to really to announce that Adventist Youth Connect എന്ന ഈ ചാനൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ദൈവം ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. വളരെ നന്ദി പാസ്റ്റർ മൈക്ക അരുൺദാസ് ഈ ഒരു യൂട്യൂബ് ചാനലിനെ പരിചയപ്പെടുത്തിയതിന്, ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. യൂട്യൂബിൽ നിങ്ങൾക്ക് യൂത്ത് കണക്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ലഭിക്കാവുന്നതാണ്. ലിങ്കുകൾ സെക്ഷൻ യൂത്ത് ഡയറക്ടർമാരിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതിനെ നിങ്ങൾ വേണ്ടുന്ന പ്രോത്സാഹനം നൽകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവസ്നേഹം ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ നമ്മളുടെ സന്ദേശത്തിന്റെ പ്രധാന തലക്കെട്ട്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണ് സ്നേഹം, എങ്ങനെയാണ് സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടത്. ടുഡേ വി ആർ ഗോയിങ് ടു ലിസൺ വാട്ട് ഈസ് ലവ് ആൻഡ് how can we share this love to God, to our people. ഇതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അത് നമ്മളോട് പങ്കുവെക്കുന്നത് പ്രൊഫസർ സന്തോഷ് ആണ്. നമ്മുടെ സ്പൈസർ മെമ്മോറിയൽ കോളേജിലെ അധ്യാപകനാണ്, പ്രൊഫസറാണ് അദ്ദേഹം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരാണ്. ഐ ലൈക്ക് ഹിം സോ മച്ച് ബിക്കോസ് he used to share us in the class how to present gospel into other people whom we are staying among. So when we are saying about August 15th, our Independence Day, I thought this is the appropriate time and opportunity for me to make a meeting like this, caption like this, love, about love. That's the time everyone can come in the name of independence. So that's the very good opportunity to connect people. So sometimes in the classes, he has inspired us and motivated us. So that I thought this is the right person to share message today. We are so happy to have you, Dr. Santosh Kumar, with us today. Now I invite you to speak to our youngsters in South West India Union. South West India Unionile യുവജനങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ മിസിയോളജിയിൽ മറ്റു മനുഷ്യരോട് എങ്ങനെ സുവിശേഷം പറയണമെന്ന് പറയാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സുവിശേഷം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹം ഒരിക്കലും അവസാനിക്കത്തില്ല. സ്നേഹത്തെക്കുറിച്ച് പറയാൻ മറ്റൊരവസരമില്ല. അതുകൊണ്ടാണ് ഈ ദിവസത്തെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. പാസ്റ്റർ ഡോക്ടർ സന്തോഷ് കുമാർ, time is yours. Thank you, Pastor Binoy. Thank you so much for this opportunity. Well, happy Sabbath to all. And it's such a wonderful initiative to use
the digital platform to spread the gospel, to in fact renew ourselves first of all on a very, very important topic. In fact, when Pastor Binoy gave me this topic yesterday, he told me about this one, and I was thinking of it, how easy it is to think of love. Or if I ask any one of you to define love, I think you all will have your own definition. Pastor Santosh Kumar, I would like to have the translation. Oh, there's a translation there. Okay, all right, please. So I was saying, it may sound to be a very simple topic, something that is easiest thing to do. However, I think it's one of the hardest thing to do in this world today. ഇന്ന് നമ്മൾ പറയുന്നത് സ്നേഹത്തെ കുറിച്ചുള്ള വളരെ ലളിതമായ ഒരു സന്ദേശമാണ്. ഇന്ന് അത് പങ്കുവയ്ക്കുവാൻ ക്ഷണിച്ചതിൽ പ്രത്യേകമായ നന്ദി. So though it is an easy topic or hard to express, including it in today's discussion will make sense to us. ഇന്ന് അതൊരു ചെറിയ വിഷയമായിട്ട് തോന്നുന്നെങ്കിലും ഈ കാലത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സുപ്രധാനപ്പെട്ട ഒന്നാണ്. സംസാരിക്കാത്ത മറ്റുള്ളവർ മൈക്ക് മ്യൂട്ട് ചെയ്ത് സൂക്ഷിച്ചാൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായി കേൾക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ദയവായി സഹകരിക്കുക. So quickly, I will just introduce to what I am about to share with you all. This small devotion I have split it into two halves, and one is to understand: do we really need to know what love is, or is love relevant in this world? And the second part is, how are we going to approach with this love? How are we going to express this love today? അതായത് ഈ സന്ദേശത്തിനെ രണ്ട് ചെറിയ ഭാഗങ്ങളായി ഞാൻ തിരിക്കുകയാണ്. ഒന്ന്, സ്നേഹം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നീട് ഈ സ്നേഹം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കും. Love is as I said, it's so easy that we can talk about, but very hard to express it to people. In today's world, it's one of the hardest thing that people do. Man cannot do to another man. Women cannot do to maybe another man or a woman. It's hard. The society has made it so stiff that sharing our emotions or love has become not a culture kind of thing. ഇന്ന് പലപ്പോഴും ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തിരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, മറ്റു മനുഷ്യരോട് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല രീതിയിൽ ആയിരിക്കുന്നു. സ്നേഹം എന്നുള്ള കാര്യത്തെ പലതരത്തിലും നിർവചിക്കുകയും പലതരത്തിൽ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. So the biggest question for this evening is love relevant today? ഇന്ന് സ്നേഹം ഏറ്റവും ആവശ്യമായതൊന്നാണ്. We live in a very divided world, so-called nuclear world. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വളരെയധികം വിഭജിക്കപ്പെട്ട ഒരു ലോകത്താണ്. ഒരു അണുവിനെ പോലെ, അല്ലെങ്കിൽ ഒരു കോശ കേന്ദ്രം പോലെ, ന്യൂക്ലിയസിനെ പോലെ വളരെ ചെറുതായി വിഭജിക്കപ്പെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. So I was saying, we live in a society where if we turn around our heads, we only see increased divisions, conflicts, turmoils. നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തെറ്റുകൾ, വിവാദങ്ങൾ, തർക്കങ്ങൾ, പിണക്കങ്ങൾ ഇതൊക്കെ കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. And every day, I think it's just increasing. There is no way that it's coming down. It's increasing. We have social, political, economic disparities all around the world. ഈ ലോകത്ത് സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ പിണക്കങ്ങളുടെയും തർക്കങ്ങളുടെയും വഴക്കുകളുടെയും എണ്ണം കുറയുന്നില്ല. And therefore, Bible, our scripture really talks so beautifully, prophesying of what will happen in the end time. This is from Matthew 24, chapter 24, verse 12. And it simply says, during the last days, what will happen is there will be an increase of wickedness and the love of most will grow cold. അതായത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ
അന്ത്യകാലത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്ന് നമ്മൾ കാണുകയാണ്. So is the love relevant today? Because we know there is a problem. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് റെലവന്റ് ആണോ? അത് യാഥാർത്ഥ്യമായ ഒന്നാണോ? അങ്ങനെ പറ്റുമോ? And I think the message of love, especially the message of the love of God, it stands as a beacon of hope and unity. അതായത് ഇങ്ങനെയുള്ള ഒരു കാലത്ത് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പ്രതീക്ഷയുടെ നാളമാണ്, പ്രത്യാശയുടെ വെളിച്ചത്തുരുത്താണ്, അത് പ്രത്യാശയുടെ നങ്കൂരമാണ് ദൈവത്തിന്റെ സ്നേഹം. You know, a beauty about being a Christian or carrying a Christian name is that people, the moment they know that you are a Christian, they have some kind of trust that they automatically build on you. They know that you are not going to cheat, you're not going to create problems, you're not going to be someone who will take joy in conflicts. So the moment this is the kind of identity that you and I carry being a Christian. അതായത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്ത് ഒരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾ എന്നറിയുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന കാര്യം, നിങ്ങൾ വഴക്കുണ്ടാക്കുന്നവരല്ല, നിങ്ങൾ വഴക്കിൽ സന്തോഷിക്കുന്നവരല്ല, നമ്മൾ സമാധാനപ്രിയരാണ് എന്നാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മളെ തിരിച്ചറിയുന്നത്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. And you see, the foundation of Christianity is love. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. John 3:16, God so loved the world. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. So imagine who can be better candidate than us, we Christians, Seventh-day Adventists, or Christians to be generic. Who can be better than us than presenting love to the world? അതുകൊണ്ട് തന്നെ ഈ സന്ദേശം മുറുകെ പിടിക്കുന്ന സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റുകാരായ ക്രിസ്ത്യാനികളായ നമ്മളല്ലാതെ ആരാണ് സ്നേഹത്തെ കുറിച്ച് പറയാനുള്ളത്, സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്, പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത്? Now there is this disparity and problem not only in a global societal level but also in personal levels. ഒരു പക്ഷേ ഒരു സാമൂഹ്യമായ രീതിയിലോ ഒരു രാഷ്ട്രം എന്ന നിലയിലോ ഒരു അന്തർദേശീയ സംഭവം എന്ന നിലയിലല്ല, വ്യക്തികൾ എന്ന നിലയിൽ പോലും കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല മനുഷ്യർ ഇതിൽ വിശ്വസിക്കുന്ന സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റുകളായ നമ്മൾ മാത്രമാണ്. We live in an age that is dominated by digital interaction. People don't get to meet or have this face-to-face interaction anymore. ഒരു പക്ഷെ നമ്മൾ ആധുനികതയുടെ വളർച്ച കൂടിയപ്പോൾ, സാങ്കേതികത്വത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഡിജിറ്റലായി നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യർ പരസ്പരം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. How long to trust a digital face? How long can we trust on this one? There is a cry for connection. യഥാർത്ഥത്തിൽ എത്ര കാലം നമ്മൾ ഉപകരണങ്ങളിലൂടെ, ഫോണുകളിലൂടെ കാണുന്ന മുഖങ്ങളെ സ്നേഹിക്കാൻ പറ്റും? നമ്മുടെ ഉള്ളിലെല്ലാം ഏതെങ്കിലും സ്നേഹിതനെ, യഥാർത്ഥമായി നമ്മളെ തിരിച്ചറിയുന്ന സ്നേഹിതനെ കണ്ടെത്താൻ വെമ്പുകയാണ് മനുഷ്യൻ. And therefore people are yearning for genuine face-to-face connection. അതായത് മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം യഥാർത്ഥമായ രണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹ സംഭാഷണത്തിന് വേണ്ടി, അതാണ് മനുഷ്യൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. This loneliness and isolation is not what Christianity or being a follower of Christ is all about. In fact,
being a follower of Christ means to come together, to unite together, to worship together. ഒറ്റപ്പെട്ടിരിക്കാതെ ഏകാന്തതയിലായിരിക്കാതെ ക്രിസ്തുവിൽ ഒന്നിച്ചു വന്ന് കൂട്ടായ്മ ആചരിക്കാനും പരസ്പരം സ്നേഹമുള്ളവരായി ഇടപഴകാനുമാണ് ദൈവം നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. And therefore, book of Hebrews, chapter 10, 24 and 25, I'll just rephrase it. And it talks about how we need to do good to others, to good deeds to others, to show love to others, you know, and not to give up on meeting together. That's the suggestion given in the Bible. We need to have meeting. We need to meet with each other. അതായത് എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം പറയുന്ന അനുസരിച്ച് നമ്മൾ നന്മ ചെയ്യുവാനും നന്മ കാണിച്ചു കൊടുക്കുവാനും നമ്മൾ മനുഷ്യർ ഇടപഴകണം, മറ്റുള്ളവരെ കാണണം, മറ്റുള്ളവരെ തിരിച്ചറിയണം, അവരോട് സംവാദിക്കാൻ നമുക്ക് കഴിയണം. It is love that calls out, it reaches out, it presents itself physically, it builds meaningful relationships. അതായത് നമ്മളെ ഇങ്ങനെയുള്ള സാങ്കേതികത്വത്തിന്റെ ലോകത്തിൽ നിന്നും ഒറ്റപ്പെടലിന്റെ ലോകത്ത് നിന്നും നമ്മളെ വിളിച്ചിറക്കി മനുഷ്യരുടെ ഇടയിലേക്ക് പോയി അവരോട് സ്നേഹത്തെ പറഞ്ഞു കൊടുക്കാൻ നമുക്കാവണം. No digital device or whatever you can think of can ever fulfill the deep need for human connection if there is no love involved. മനുഷ്യ മനസ്സിന്റെ അഗാധത്തിൽ നിന്ന് ഉയരുന്ന ആവശ്യമാണ് മനുഷ്യർ പരസ്പരം കാണുകയും സ്നേഹിക്കുകയും പങ്കുവെക്കുകയും ചെയ്യാന്നുള്ളത്. അതാണ് നമുക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹ സന്ദേശം. And let us not ever say that it is hard to be in love or to express love. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുക, ഒരാളെ നമ്മൾ കരുതുന്നു എന്ന് പറയുക, അങ്ങനെ പറയാൻ വലിയ പാടാണെന്ന് നമുക്ക് തോന്നും. Because the Bible says, 1 John 4:8, whoever does not love does not know God, because God is love. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, അവർ ദൈവത്തെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. And in the beginning I mentioned that if I ask what is love, then everyone will have their own way of defining love. So love is just not an emotion. It is a reflection of God's very nature, of this diverse holy nature of God that we can exemplify through love. സ്നേഹം എന്ന് പറയുന്നത് വെറുമൊരു വികാരമല്ല, അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ആ ദൈവത്തിന്റെ സ്വഭാവത്തെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കലാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. And when we embody love, install it in our heart, we become living testimony of God's character to the world, which is to be gracious, to be compassionate, to be merciful. These are all those beautiful characters of God. If you inculcate it in your heart, God's love, if you inculcate in your heart, you resemble God's character. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിക്കുന്ന ഒരു വികാരം മാത്രമല്ല, നമ്മളിൽ സാംശീകരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രകടനമാണ്. കരുണയും കരുതലും ക്ഷമിക്കലും പൊറുക്കലും ഒക്കെ ചേരുന്ന ദൈവ സ്വഭാവത്തിന്റെ ബഹിസ്ഫുരണമാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. Now we know that love is relevant. The world needs it. There is a lack of connection. There are global conflict. There are social conflict. There are family conflict. There's so much that only love can heal. And so if love can heal it, now we need to know how to express that love today. കുടുംബങ്ങളിൽ പ്രശ്നം, രാഷ്ട്രത്തിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, രാജ്യങ്ങളിൽ പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവസ്നേഹത്തെ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമാണ്,
അനുയോജ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. Now listen to this one. This is coming from James chapter 1 verse 19. James chapter 1 verse 19, it says, "My dear brothers and sisters, take note of this. Everyone should be quick to listen, slow to speak, and slow to become angry." അതായത് Love, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മൾ എല്ലാവരും കേൾക്കുവാൻ വേഗതയുള്ളവരും പറയുവാൻ താമസിക്കുന്നവരും ഒപ്പം ദേഷ്യം ഇല്ലാത്തവരുമായിരിക്കണം, കോപിക്കാത്തവരുമായിരിക്കണമെന്നാണ്. we can express love with this act of listening. Quick to listen, slow to speak. അതായത് കേൾക്കാൻ ചടുതിയും പറയുവാൻ സാവധാനവുമുള്ളതായി നമ്മൾ പെരുമാറുകയാണെങ്കിൽ, അതായത് നമ്മൾ ഒരാളെ ക്ഷമയോടെ കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സ്നേഹത്തെ പ്രകടിപ്പിക്കുകയാണ്. The world has so much to share, Pastor Binoy. The world has so much to share. So many of us want to talk, but there is only few ears that are willing to listen to us. We need to be those ears. എല്ലാവരും പറവാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് പറവാനുണ്ട്, വേറെ ആൾക്ക് പറയാനുണ്ട്. എല്ലാവരും പറയുക, ഞാൻ പറയുന്നത് കേൾക്കണം എന്നാണ്. പക്ഷെ നമ്മൾ പറയുന്നത് കേൾക്കാൻ മനസ്സുള്ളവരിന്ന് കുറവാണ്. Thank you. When we listen, it becomes a powerful act of love. When we listen, we are building that trust. We are already exemplifying our genuine care for them. അതായത് ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ, ആളുടെ സങ്കടം പറയുമ്പോൾ, ആളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അയാളുടെ ആശയങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് തോന്നും, അവര് നമ്മളെ വിശ്വസിക്കും. So we need to be of good ears. We need to listen to others and their needs or problems. മറ്റുള്ളവർ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്ന ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ സ്നേഹിക്കുന്നതാണ് എന്ന് അവർക്ക് മനസ്സിലാകും. So number one, we need to be all ears to people if we want to express love. സ്നേഹം മറ്റുള്ളവർക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കേൾവിക്കാരായിരിക്കണം. Number two is now about our hand. It needs to show the act of kindness. രണ്ടാമതായി നമ്മുടെ കൈകളാണ്, കരങ്ങളാണ്. അത് നമ്മൾ സ്നേഹത്തിന്റെ സഹായമായി മാറണം, സ്നേഹത്തിന്റെ അല്ലെങ്കിൽ കരുതലിന്റെ കരമായി മാറണം. And this verse, these two passages, one passage in the Bible, it beautifully questions us of our act of kindness. Matthew chapter 25 verses 35 and 36. Matthew 25, 35 and 36, it says, "For I was hungry and you gave me something to eat. I was thirsty and you gave me something to drink. I was stranger and you invited me in. I needed clothes and you clothed me. I was sick and you looked after me. I was in prison and you came to visit me." That's powerful act of kindness that we need to show to each other. അതായത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ സങ്കടപ്പെട്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ സ്നേഹത്തിന്റെ കരുതലിന്റെ ഒന്നൊന്നായി നമ്മൾ ചെയ്തു തീർക്കാൻ കഴിയുക എന്നുള്ളതാണ് സ്നേഹം കാണിച്ചു കൊടുക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം. And this act of kindness is not limited to my Christian brothers and sisters, but it goes beyond, because God's love is boundless. It cannot be limited. So it goes to all my brothers from all the religions, all my sisters from all the religions. They all should see me and see Christ in me. അതായത് നമ്മളുടെ കൂട്ടുകാര്, നമ്മുടെ ബന്ധുക്കാര്, നമ്മുടെ സഭക്കാരെന്നുള്ളതല്ലാതെ മറ്റുള്ള എല്ലാ മനുഷ്യരിലേക്കും നമ്മൾ സ്നേഹം, കരുതൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും നമ്മളിൽ യേശുവിനെ കാണും. Small act of kindness
can make significant impact in people's life. അതായത് നമ്മളുടെ ചെറിയ ഒരു സഹായം ഒരു പക്ഷേ മറ്റൊരു വ്യക്തിയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഇടയാകും. See, I'm a Christian today is because there were some Adventist youth, Pastor Binoy, if you don't know. It was Adventist youth who used to visit my mother in the hospital. And that's how I came to know about Christian youth who goes around, sings and prays for sick people. Simple act of kindness, you know. അദ്ദേഹം പറയുന്നത് അദ്ദേഹം എങ്ങനെ ഒരു അഡ്വന്റിസ്റ്റ് ആയി എന്നുള്ളതിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരു അഡ്വന്റിസ്റ്റ് യുവാവ്, അഡ്വന്റിസ്റ്റ് യൂത്ത് സൊസൈറ്റിയുടെ പ്രവർത്തകനാണ് അദ്ദേഹത്തെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ആ യുവാവിന്റെ ഇടപഴകൽ കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഒരു അഡ്വന്റിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. So I believe that our youth has the unlimited power given directly from God in their hand, because they have more impact in the society when they exemplify, when they show their love through various kind of acts that they show in the society. നിങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന കരുതലും സ്നേഹവും കൊണ്ട് നിങ്ങൾ ദൈവത്തെ കാണിച്ചു കൊടുക്കത്തക്ക വിധം ദൈവം സ്വർഗത്തിൽ നിന്ന് അതിസവിശേഷമായ ശക്തി യുവാക്കൾക്ക് നൽകിയിരിക്കുകയാണെന്ന്, അതുകൊണ്ട് നമുക്ക് അതിശക്തമായ സമൂഹത്തിൽ ദൈവസ്നേഹം കൊണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും. But I also want to mention that as I said in the beginning, it is so easy to say but very hard to practice. And one of the biggest barriers, ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ പരിശീലിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. And one of the biggest barrier that comes in between two brothers being in love is not to forgive, the reconciliation issue. രണ്ട് സഹോദരങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു, പിണക്കമായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് പിണക്കം മാറ്റാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് പരസ്പരം ധാരണയിലെത്താൻ കഴിഞ്ഞില്ല, രമ്യതയിലെത്താൻ കഴിഞ്ഞില്ല. Forgiveness is so crucial for Christians. You know, we all can have conflict because we are humans. We have sin as default to us. We all can sin, but we need to learn to quickly forgive and ask for forgiveness. The reconciliation process is so crucial in Christians' life. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാൽ ക്രിസ്തുവിന്റെ ഏറ്റവും നല്ല സ്വഭാവമായ ക്ഷമിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് വളരെ നന്നായി ക്ഷമ ചോദിക്കാനും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ മനസ്സുള്ളവരായിരിക്കണം. Colossians chapter 3 verse 13. I'm almost done. Another 2-3 minutes. Colossians chapter 3 verse 13. It says, "Bear with each other and forgive one another. If any one of you has a grievance against someone, forgive as the Lord forgave you." കർത്താവ്, നിങ്ങൾ പരസ്പരം ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പിണക്കമോ ദേഷ്യമോ വാശിയോ ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിക്കണമെന്നാണ് 1 കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. I'm emphasizing on this one once again. It's easy to talk about love. It's easy to show love, but it is very hard to ask for forgiveness and to offer forgiveness. It is very hard to process this reconciliation. ക്ഷമിക്കുക എന്ന് പറയുന്നതും അതേപോലെ പൊറുക്കുക എന്ന് പറയുന്നതും രമ്യതയിൽ എത്തുക എന്ന് പറയുന്നതും പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ അത് പരിശീലിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. And why I'm saying this is because if you cannot forgive someone, if you cannot reconcile with someone, that means that the light of Christ is not present in your heart. അതായത് നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവരോട് പൊറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവ വെളിച്ചം നമ്മളിൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. And Ellen White very beautifully in Patriarchs and Prophets, she talks about that there was a point that Lucifer, he understood, he realized that, oh, I think I have done something wrong, but he could, because of his ego,
And that's what she writes. He was so filled with his ego that he decided not to reconcile with God. Had he gone to God and asked for forgiveness, I'm sure this would have been a better world, a different world that we live in today. സ്പൈറ്റിന്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അവര് അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിൽ വന്ന ഒരു വീഴ്ചയോട് ക്ഷമ ചോദിക്കുവാൻ കഴിയാതെ വന്നു. അതിനുശേഷം അവർ കർത്താവിനോട് ക്ഷമ പറഞ്ഞു. അങ്ങനെ ക്ഷമ പറയുകയായിരുന്നെങ്കിൽ, ആ വ്യക്തിയോട് ക്ഷമ പറയുകയായിരുന്നെങ്കിൽ എത്ര നല്ല ഒരു അവസ്ഥ നമ്മൾ തമ്മിൽ ഉണ്ടാകും എന്ന് അവര് പറയുകയായിരുന്നു. Therefore, all those who are here present, I plead that if we are in the army of Jesus, if we say that we are with Jesus, you and I cannot hold grudges against our brethren. Of course, there'll be time that you and I are hurt, but the best part is when you are hurt and you forgive. It takes time, but you must do that. ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ സ്നേഹമുള്ളവരാണെങ്കിൽ നമുക്ക് മറ്റൊരാളോടുള്ള പിണക്കവും വാശിയും ദേഷ്യവും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. And when you forgive, you have shown the extraordinary love of God to that person. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണമായ സ്വഭാവം ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. So even in this world today, when people are, let's say, against Christians and people are persecuting Christians, do not lose your heart. You don't have to keep grudge in your heart. You know, you need, as the Bible says, you need to bear with them and forgive them, even though they have grievance against you. ഒരു പക്ഷേ ഇന്ന് നോക്കൂ, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാലത്തിലും അങ്ങനെ ആളുകൾ നമ്മളോട് ചെയ്യുമ്പോഴും നമ്മൾ അവരോട് പക വെക്കരുത്, അവരോട് നമ്മൾ ക്ഷമിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. So as Jesus forgave us, we are called to forgive, and this shows the boundless grace and mercy and love of God. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. അങ്ങനെയാണ് സ്നേഹത്തിന്റെ ശക്തി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക. Well, we can talk so much on love, but I hope that we will keep up this attitude, because if we are with God, we will have love in our heart, and it will be outpouring, automatically. People can see those things in our heart, but when we are not, people can see the devil working in our hearts as well. So with love, let's not shy away to express that love to whoever that we meet. അതായത് സ്നേഹം നമ്മൾ ഹൃദയത്തിൽ പകർന്നു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായി, കാത്തു സൂക്ഷിക്കാനായി നമുക്കിൽ ഉണ്ടാകുന്ന ഏറ്റവും അമൂല്യമായ ഒന്ന് ഈ ദൈവസ്നേഹമാണ്. Like other religions, we don't sell or promote idols. We don't promote prasadam. We don't promote any ritual. We only promote the love of God. നമ്മൾ മറ്റു ചില മതങ്ങളെ പോലെ പ്രസാദങ്ങളോ വിഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളോ നമുക്ക് ലോകത്തിന് കൊടുക്കാനില്ല. നമുക്ക് ലോകത്തിന് കൊടുക്കാനുള്ളത് സ്നേഹം മാത്രമാണ്, ദൈവത്തിന്റെ സ്നേഹം. So I hope that we will see the relevance of love today as we are celebrating this week and the coming week. Love for the nation as well is a beautiful presentation of love. രാജ്യം അതിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ലോകത്തിന് പകർന്നു കൊടുക്കാനുള്ള ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലുമായി സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ വ്യാപരിക്കും. Let me just read two passages and we'll be done with this. Two passages I keep for you. This is 1 Corinthians chapter 13 verses 4 to 7. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. Love is patient. സ്നേഹം ക്ഷമിക്കുന്നതാണ്. Love is kind. സ്നേഹം ദയയുള്ളതാണ്. It does not envy. സ്നേഹം അസൂയപ്പെടുന്നില്ല. It does not boast. അത് ശാഠ്യം പിടിക്കുന്നില്ല. It does not proud.
അത് ദുരഭിമാനം ഉള്ളതല്ല. It does not dishonor others. മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുന്നില്ല. It is not self-seeking. അത് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. It is not easily angered. അത് ദേഷ്യപ്പെടുന്നില്ല. It keeps no record of wrong. അത് പാപം ദോഷം കണക്കിടുന്നില്ല. You can always paraphrase it, of course, because we just want to express it. അത് നമുക്ക് വളരെയധികം ചുരുക്കി പറയാവുന്നതാണ്. Love does not delight in evil, but rejoices with truth. Love does not delight in evil, but rejoices with truth. സ്നേഹം ദോഷത്തിൽ രസിക്കുന്നില്ല എന്ന് പറയുന്നു. And the last one, it always protects, always trusts, always hopes, always perseveres. സ്നേഹം ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. So I hope and pray that not with this program alone, but many such efforts that we are taking to inculcate love in our hearts, I plead that we will all be able to show this unconditional love to our peers and to the society, and of course to the world. God bless you all. യേശുക്രിസ്തുവിന്റെ ഈ സ്നേഹം നിരവധി പേർക്ക് ഈ ഒരു ഉദ്യമത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനും ആ സ്നേഹം നമുക്ക് അനുഭവിക്കാനും ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ Santosh Kumar for explaining this, accepting our invitation and explaining us this truth. ഒരിക്കൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി പറയുകയാണ്. സ്നേഹദിനം നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് നമ്മൾ മറ്റൊരാളെ കേൾക്കാൻ തയ്യാറാകുന്നത് തന്നെ സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ സ്നേഹദിനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർക്ക് നമ്മളോട് പറയാനുള്ളത് നമ്മളൊന്ന് കേൾക്കുക എന്നുള്ളതാണ്. സ്നേഹദിനം ആചരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വലിയൊരു പ്രോഗ്രാം നടത്തുകയല്ല. ഞാൻ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു വലിയ പരിപാടി നടത്തണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ചുറ്റുമുട്ടിട്ടുള്ള മനുഷ്യരെ കാണാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവര് പറയുന്നത് കുറച്ചു നേരം കേൾക്കാനും ഈ ഒരു സ്നേഹദിനത്തിന്റെ ബാനറുമായിട്ട് മനുഷ്യരുടെ സങ്കടങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇറങ്ങി ഒന്ന് പോകാൻ കഴിയുമെങ്കിൽ അതാണ് സ്നേഹദിനത്തിന്റെ കാര്യം. നമ്മൾ പിണക്കമുള്ളവരോട് ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു ചെറിയ കാര്യം നമുക്ക് ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ, വയനാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന യുവജനങ്ങളായി കണക്കുകൂട്ടുന്ന പണം ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് സഹായമാകുമെങ്കിൽ അതിനുവേണ്ടി മറ്റു മനുഷ്യരെ കാണാൻ ഈ ആഗസ്റ്റ് 15 അല്ലെങ്കിൽ സ്നേഹദിനത്തിന്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാൻ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ മീറ്റിംഗിന്റെ ഭാഗമായി തീരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ വലിയ മനസ്സിനെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെലവഴിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ചത് ദൈവസ്നേഹം നിങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളെയും നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരിക. നിങ്ങളുടെ കൂട്ടുകാരായ യുവാക്കളെ കൂട്ടുക. നമുക്ക് ഈ ലോകത്ത് സൂക്ഷിച്ചു വെക്കാനും പറയാനും സ്നേഹം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാനായിട്ട് ശീലിക്കാം, സ്നേഹിക്കാനായിട്ട് പഠിക്കാം, ക്ഷമിക്കാനായിട്ട് പഠിക്കാം, മറ്റൊന്ന് കൈത്താങ്ങാവാൻ നമുക്ക് പഠിക്കാം. നമ്മുടെ ഉള്ളിൽ തന്നെ
നമ്മുടെ സഭയിലും അത് വേണം, നമ്മുടെ സമൂഹത്തിലും അത് വേണം. നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനോടും അവരെ കേൾക്കാനും പഠിക്കാനും. ഇനി നമുക്ക് അധികം സമയം ബാക്കിയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഉണ്ടല്ലേ, ഒരു രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ആ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ ഒരു മലവെള്ളപ്പാച്ചിൽ തൂത്തെടുത്തു കൊണ്ടുപോയി. നാളെ നമ്മൾ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഇന്ന് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ, സ്നേഹദിനത്തിന്റെ ഭാഗമായി തീരാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആയിത്തീരണം എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എനിക്കറിയാം ബ്രദർ ആൽവിൻ, അവിടെ നിങ്ങളുടെ ചിത്രം ഞാൻ കണ്ടു. ഗ്ലോബൽ യൂത്ത് ഡേയുടെ ടീഷർട്ട് ധരിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. എത്ര വലിയ സ്നേഹം! ഒന്നിലധികം ചെറുപ്പക്കാർ, എന്ന് തോന്നുന്നു വെസ്പറിന് ശേഷം അവരെല്ലാവരും അവിടെ തന്നെ കൂടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ ഗ്രൂപ്പായിട്ടോ നമ്മുടെ കുടുംബങ്ങളിലൊക്കെയും ഈ മീറ്റിങ്ങിന്റെ ഭാഗമായി തീരാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നാളെ നമുക്ക് അതിമനോഹരമായ ഒരു സന്ദേശം ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരിക, സ്നേഹം അനുഭവിക്കാൻ. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ വലിയ ത്യാഗത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ഈ ലോകത്ത് ആസ്വദിക്കാനായിട്ടുള്ളത്? അത് ആസ്വദിക്കാൻ, ആ സ്നേഹത്തെ കാണിച്ചു കൊടുക്കാൻ, ആ സ്നേഹത്തെ പകർന്നു കൊടുക്കാൻ ഈ സ്നേഹ വാരാചരണം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ യൂത്ത് ഡയറക്ടർ പാസ്റ്റർ മാത്യു എം ജോർജ് നമ്മളോടൊപ്പം ഉണ്ട്. പാസ്റ്റർ മാത്യു എം ജോർജ് നമ്മളെ പ്രാർത്ഥനകൾ നയിക്കുന്നതാണ്. പാസ്റ്റർ മാത്യു എം ജോർജ്. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നല്ല ദിവസത്തിന്റെ ഈ വൈകിയ വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളാവുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന്റെ വചനങ്ങളെ കേൾപ്പാൻ ദൈവം അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച്, ഞങ്ങൾ പകരേണ്ട സ്നേഹത്തെക്കുറിച്ചൊക്കെയും പ്രിയമകളിലൂടെ അടിയങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിപ്പാനും അവരുടെ ആവശ്യങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒക്കെയും ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാരത്തിൽ നടക്കുന്നതായ ഈ യൂത്ത് പ്രെയർ മീറ്റിങ്ങിനെ ഒക്കെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർ ഈ മീറ്റിങ്ങിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. വചനം സംസാരിച്ച പ്രിയദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ യൂണിയൻ ഡയറക്ടറിനെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതുപോലെ കർത്താവെ, വചനം കേട്ട എല്ലാ യുവജനങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിപ്പാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ ഏറ്റവും താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, കൂട്ടായ്മയും നാം കേട്ട വിഷയത്തോടും പ്രാർത്ഥിച്ച കാര്യങ്ങളും നമ്മൾ ചെയ്യാനിരിക്കുന്ന സ്നേഹത്തിന്റെ വാരാചരണത്തോടും കർത്താവേ, സ്നേഹത്തിന്റെ മുദ്ര മറ്റുള്ളവരെ പതിപ്പിക്കാനുള്ള നമ്മുടെ വെമ്പലിനോടും ഇന്ന് മുതൽ എന്നേക്കും കാലാന്ത്യത്തോളം ഇരിക്കുമാറാവട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. വളരെ സന്തോഷം. ഈ രാത്രിയിൽ നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, പാസ്റ്റർ ഉദയകുമാർ, ബ്രദർ നോയൽ, എബി രാജ്, പ്രിൻസ്, ആൽഫ ലിസി, ഓപ്പോ, ക്രിസ്റ്റീന സാറ എ, റിജോ ജെ മാത്യു, പാസ്റ്റർ സിൽസമോൻ, ബ്രദർ അശ്വിൻ, ഡോക്ടർ ബിനിമോൾ, അഭിനേഷ് ഐസക്, ആര്യ മനുമോൻ, ഗിഫ്റ്റി ജി, എബിമേൽ, പാസ്റ്റർ ജയൻ, ലിയോ ഷാജി, ലിൻസ് ബോവാസ്, സിസ്റ്റർ റീന റിനേഷ്, സിസ്റ്റർ രമിത പ്രകാശ്, അലൻ അലക്സ്, അബ്രഹാം കെ പി, റാഫേൽ മിഖായൽ, പാസ്റ്റർ ശരത് ബർണബാസ്, പാസ്റ്റർ മാത്യു എം ജി. ഇന്ന് നമ്മളോടൊപ്പമായിരുന്ന 33 സഹോദരങ്ങൾക്കും യുവാക്കൾക്കും പാസ്റ്റർമാർക്കും വിനോദ് കെ, എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. നാളെ വീണ്ടും കാണുന്നതുവരെ കർത്താവിന്റെ സ്നേഹത്തിന്റെ കരവലയത്തിലാകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗുഡ് നൈറ്റ്.